അപ്പോൾ ഇന്ന് ഇതൊട്ടെൻ്റെ ഫുഡ് എന്താണെന്ന് വെച്ചാൽ മുട്ടയാണ്. ഞാൻ നാടൻ കോഴിയുടെ മുട്ടയാണ് എടുത്തിട്ടുള്ളത്. അത് നന്നായിട്ട് ബീറ്റ് ചെയ്യുക. എന്നിട്ട് ഒരു പാനിൽ കുറച്ച് ബട്ടർ ആഡ് ചെയ്തിട്ട് നമ്മൾ ബീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന എഗ്ഗ് ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ലോ ഫ്ലെയിമിൽ വേണം ഇത് ചെയ്യാൻ, അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകും. പിന്നെ ഇത് കൂടുതൽ നേരം കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. കൂടുതൽ നേരം കുക്ക് ചെയ്ത് കഴിഞ്ഞാൽ നല്ലപോലെ ഹാർഡാവും. അപ്പോൾ നല്ലപോലെ ഹാർഡാവേണ്ട ആവശ്യമില്ല. പിന്നെ ഇതൊട്ടന് ഞാനിത് ഫസ്റ്റ് ടൈം അല്ല മുട്ട കൊടുക്കുന്നത്. ഇതിന് മുമ്പ് തന്നെ ഞാൻ 2-3 തവണ മുട്ട നല്ലപോലെ പുഴുങ്ങിയിട്ട് അതിൻ്റെ മഞ്ഞക്കരു മാത്രം കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവനക്ക് അലർജിയോ കാര്യങ്ങളോ പിന്നെ വോമിറ്റിങ്ങോ അങ്ങനെ ഒന്നും ഉണ്ടായിട്ടില്ല. പിന്നെ ടേസ്റ്റും അവനക്ക് ഇഷ്ടമായി, കഴിക്കാണ്ടൊന്നും ഇരുന്നില്ല. അത് കാരണമാണ് ഞാനിപ്പോൾ ഇങ്ങനെ ആക്കി കൊടുക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ആക്കി കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ അങ്ങനെ ചെയ്താലും അതിൻ്റെ വീണ്ടും നമ്മൾ കൈ കൊണ്ട് ഒന്നുകൂടെ ഉടച്ച് വേണം കൊടുക്കാൻ, അല്ലെങ്കിൽ അവർക്ക് കഴിക്കാൻ നല്ല ബുദ്ധിമുട്ടായിരിക്കും. പിന്നെ ആദ്യം കൊടുത്തപ്പോൾ ആൾക്ക് ഇഷ്ടമായില്ല, പിന്നെ അത് കഴിഞ്ഞിട്ട് കഴിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇപ്പോൾ ഫുഡിൽ അങ്ങനെ വലിയ മടിയൊന്നുമില്ല കഴിക്കാൻ. എല്ലാ ഫുഡുകളും നല്ലപോലെ കഴിക്കുന്നുണ്ട് ഇതൊട്ടന്. കുട്ടികൾക്ക് 6 മന്ത് കംപ്ലീറ്റ് ആകുമ്പോൾ തന്നെ നമ്മൾ മുട്ട കൊടുത്ത് തുടങ്ങാം. സോളിഡ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ കൊടുത്തു തുടങ്ങാം. പക്ഷേ ആദ്യം അതിൻ്റെ യെല്ലോ കൊടുക്കണമെന്നാണ് ഡോക്ടേഴ്സ് പറയുന്നത്. പിന്നെ അലർജി കാര്യങ്ങളുണ്ടോ, വൊമിറ്റിംഗ് എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ എന്നും ശ്രദ്ധിക്കണം നമ്മൾ. മുട്ടയിൽ പ്രോട്ടീൻ കാര്യങ്ങളും വിറ്റാമിൻസും ബ്രെയിൻ ഡെവലപ്മെൻറ്റ്, മസിൽ ഡെവലപ്മെൻറ്റ് അങ്ങനെ കുറേ ന്യൂട്രീഷൻസ് ഉള്ളത് കാരണം നമ്മൾ ഡെയിലി ഓരോ എഗ്ഗ് കൊടുത്താലും നല്ലതാണ്. ഇനി ഒരു മുട്ട എടുത്തിട്ടുണ്ടായിരുന്നു, അത് മുഴുവനും ഏതൂട്ടൻ കഴിച്ചു. പിന്നെ ലാസ്റ്റിൽ വെള്ളം കൊടുക്കുന്നത്, ഇടയ്ക്കും വെള്ളം കൊടുത്തിട്ടുണ്ടായിരുന്നു, പിന്നെ ലാസ്റ്റും വെള്ളം കൊടുക്കുന്നത്. പിന്നെ കുറേ വെള്ളം വായിൽ പോയി കഴിഞ്ഞാൽ ആൾക്ക് കുടിക്കാൻ അറിയില്ല, തുപ്പുക ചെയ്യുന്നത്, വിഴുങ്ങാൻ അറിയില്ല. അപ്പോൾ കുറച്ചായിട്ട് ഇങ്ങനെ കൊടുക്കും. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട യൂസ്ഫുള്ളാണ് എന്ന് തോന്നിയാൽ മറക്കാണ്ട് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു.